അപ്പോൾ നമുക്ക് പുതിയൊരു ക്രിസ്റ്റ കൂടി കിട്ടിയിട്ടുണ്ട്. ഇത്തവണ വൈറ്റ് കളറാണ്, അതും 2.8 സെറ്റ് ഓട്ടോമാറ്റിക്കിലുള്ള ക്രിസ്റ്റയാണ് കേട്ടോ. നല്ലൊരു വണ്ടി തന്നെയാണ്. ഇപ്പോൾ വാഹനത്തിൻ്റെ ഒരു ഹൈലൈറ്റ് പോയിന്റുകളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ ഓണർഷിപ്പിലെ വണ്ടിയാണ്. അതുപോലെ തന്നെ ആക്സിഡൻറ്റ് ഇല്ല, റീപ്ലേസ്മെൻറ്റ് ഇല്ല, എല്ലാ ഗ്ലാസും ഡോറും എല്ലാം ഒറിജിനലാണ്. ത്രൂ ഔട്ട് കമ്പനി സർവീസ് ഉണ്ട്. 2017 മോഡലിലുള്ള വാഹനമാണ്. അപ്പോൾ നമുക്ക് ഓരോ ഭാഗങ്ങളിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. യെസ്, ഇതാണ് വാഹനം. നല്ലൊരു ഒറിജിനൽ ജെന്യുവൻ ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. കുറച്ച് ടച്ചപ്പ് വർക്കുകൾ ചെയ്യാനുണ്ട് ബോഡിയുടെ മുകളിൽ. അതപ്പോൾ ഞാൻ അതെല്ലാം കാണിച്ചു തരാം. ബമ്പറിൻ്റെ ഈ ഒരു കോർണറൊക്കെ ഉണ്ടല്ലേ, ഇതൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ഇവിടെയൊക്കെ സ്ക്രാച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊന്ന് ഇളകിയിട്ടുമുണ്ട്. അപ്പോൾ ഇതൊന്ന് സെറ്റ് ആക്കേണ്ടതായിട്ടുണ്ട്. വേറെ മേജറായിട്ടുള്ള ഒരു പരിക്കും വണ്ടിയുടെ ബോഡിയുടെ മുകളിലില്ല. ടയർ ഭാഗങ്ങളൊക്കെ നല്ല ടയറാട്ടോ. ഇതൊക്കെ നമുക്കൊരു 90% ടയർ പറയാം. പുറകത്തെ ഈ ടയറൊക്കെ ഉണ്ടല്ലേ, നല്ല കട്ടയുള്ള ടയറാണ്. പിന്നെ ബോഡിയൊക്കെ നല്ല വൃത്തിയുണ്ട്. ഡിക്കീൻ്റെ ഇവിടെ ഒന്ന് റീപെയിൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ആ ഒരു ക്ലിയർ കോട്ട് പോയിട്ടുണ്ട് ഇവിടെ. പക്ഷേ ആക്സിഡൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ളൊരു സ്ഥിതി. അപ്പോൾ നമുക്ക് പുറത്തേക്ക് വരുന്നതിന് മുന്നേയായിട്ട് ഞാൻ ആദ്യം ഇൻറ്റീരിയറൊക്കെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് അകത്തുനിന്ന് തുടങ്ങാം. ഈ ഒരു ലോക്കെല്ലാം വർക്കിംഗ് ആണ്. ഇപ്പോൾ കീ എൻ്റെ പോക്കറ്റിലുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഇൻറ്റീരിയറാണ്. സീറ്റെല്ലാം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. സെറ്റ് ആയതുകൊണ്ട് അതിന് ഈ ഒരു സംഭവമൊക്കെ വരും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഗ്രേ കളർ ക്രിസ്റ്റ 2.8 സെറ്റ് കാണിച്ചിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഒരു ജെന്യുവൻ ആയിട്ടുള്ളൊരു വണ്ടിയാണിതും. നല്ല വൃത്തിയുള്ളൊരു ഡാഷ്ബോർഡ്, അതുപോലെ തന്നെ ബട്ടണൊന്നും തേയ്മാനങ്ങളൊന്നും സംഭവിക്കാത്തതാണ്. കിലോമീറ്റർ 1 lakh എവിടെ വരുന്നില്ലല്ലോ. 1,27,000 ഓടിയിട്ടുള്ളത്. 1,23,000 വരെ ത്രൂ ഔട്ട് ടൊയോട്ട കമ്പനി സർവീസ് റെക്കോർഡുള്ള വാഹനമാണ്. ലാസ്റ്റ് സർവീസ് ചെയ്തിട്ട് ഡിസംബറിലാണെന്ന് തോന്നുന്നു ലാസ്റ്റ് സർവീസ് ചെയ്തിട്ടുള്ളത്. ഹിസ്റ്ററിയൊക്കെ ഞാൻ എടുപ്പിച്ചിരുന്നു വണ്ടിയുടെ. ഗ്ലാസ്സൊക്കെ ഉണ്ടല്ലോ, വെള്ളമടിക്കാനാണോ? അല്ല, കപ്പും ഗ്ലാസ്സൊക്കെ ഉണ്ട്. ഒരു വണ്ടി കിട്ടിയാൽ നമ്മളെല്ലാം അരിച്ച് പെറുക്കണം എന്നാണ്. പെട്രോൾ അടിച്ചതിൻ്റെയാണ്. 3,700 രൂപയ്ക്ക് ഡീസൽ അടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഡീസലിൻ്റെ ബില്ലുകളാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഏതായാലും നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഡാഷ്ബോർഡ്. അധികം ക്രിസ്റ്റേൻ്റേതാണ് ഇവിടെ പൊട്ടിയത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച ക്രിസ്റ്റേൻ്റേത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വണ്ടിയുടെ എന്തായാലും അവിടെ പൊട്ടിയിട്ടൊന്നുമില്ല. സീറ്റെല്ലാം വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ സ്റ്റീരിയോ വർക്കിംഗ് ആണ്. പിന്നെ പവർ വിൻഡോസ് എല്ലാം വർക്കിംഗ് ആണ്. ഡോറൊക്കെ ഒറിജിനലാട്ടോ. ഇത് വണ്ടി ഒന്ന് വൃത്തിയാക്കി എടുക്കാറുണ്ട്. ഇതൊക്കെ ചെളിയാണ്, എന്തായാലും ടച്ച് ചെയ്യുന്നില്ല ഞാൻ. ഇതൊക്കെ ചെളിയാണ്, ഇതൊക്കെ ചെളിയാട്ടോ. വേറെ ഡെൻറ്റോ അങ്ങനത്തെ ഒന്നുമില്ല. ഒറിജിനൽ ഡോറാണ്. ഉള്ളിൽ എന്തായാലും ഒരു 7D മാറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. 2 ക്യാപ്റ്റൻ സീറ്റ്. റൂഫും നല്ല വൃത്തിയുണ്ട്. സെറ്റ് ആയതുകൊണ്ട് ട്രേ വരും, വലിയ കാര്യമാണ് ട്രേ. പിന്നെ ഈ ഒരു ടയറും ഉണ്ടോ, നല്ല കട്ടയുള്ള ടയറാണ്. ഒരു 90% ടയർ നമുക്ക് എന്തായാലും ഇതും പറയാം. ഈ ഫ്രണ്ടത്തെ ഈ ഒരു ടയറാണെങ്കിൽ യെസ് ഇതും പറയാം. അപ്പോൾ 4ഉം നല്ല പുത്തൻ ടയറാണ്. ടയർ മാത്രം നോക്കിയാൽ പോരാ. BH എല്ലാ ഗ്ലാസും ഒറിജിനലാണ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ ഒരു ക്ലിയർ പോയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ജസ്റ്റ് ഈ ഒരു പോർഷൻ നമുക്കൊന്ന് റീപെയിൻറ്റ് ചെയ്യേണ്ടി വരും. വേറെ റൂഫൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ ജസ്റ്റ് ആ ഒരു ക്ലിയർ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് വെയിൽ കൊണ്ടിട്ട് ഫെയ്ഡ് ആവുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളൊരു പെയിൻറ്റ് ടച്ചപ്പ് കാര്യങ്ങൾ കുറച്ച് ചെയ്യാനുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം ഏകദേശം എത്ര രൂപേൻ്റെ വർക്ക് ഉണ്ടാവും എന്നുള്ളത്. ഇതൊക്കെ ചെളിയാണ്. ഇവിടെ ഒന്നും ആക്സിഡൻ്റ് ഒന്നുമില്ല. ഒക്കെ ഞാൻ അഴിച്ചു നോക്കിയിരുന്നു. എല്ലാ പഞ്ചിങ് അതുപോലെ തന്നെ ഉണ്ട്. റസ്റ്റും ഇല്ല കേട്ടോ, അതൊക്കെ പൊടിയാണ്.
സീറ്റ് മടക്കിയിട്ടാണ്. പിന്നെ ഈ ഒരു ഡിക്കി ഡോറും ഇതും ഒറിജിനൽ ഡോറാണ്. സ്റ്റെപ്പിനി ടയർ കുഴപ്പമില്ലാത്തൊരു ടയർ ആണ്, ഒരു 60-70%. പക്ഷേ സ്റ്റെപ്പിനി കുറച്ച് കാലം എന്താ പറയുക പുറത്തേക്ക് എടുത്തിട്ട് ചെറിയ ഒരു വിണ്ട് കീറലിൻ്റെ ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ യൂസേജ് കുറവുള്ള ടയറാകുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ഇതുണ്ടാവും. ഇതൊക്കെ പോളിഷിൽ പോകുന്ന സ്ക്രാച്ചുകളാണ്. ചെറിയൊരു മഞ്ഞപ്പും ഉണ്ട് ഇവിടെ. ഇതൊക്കെ എന്തായാലും പോളിഷിൽ പോകും. BH ആണ് പുറകത്തെ ഗ്ലാസ്. നമ്മൾ നോക്കി BH തന്നെയാണ് ഒറിജിനൽ ഗ്ലാസ് കേട്ടോ. BH ഇതെല്ലാം ഞാൻ ഒരു പ്രാവശ്യം നോക്കിയതാണ് ഡീറ്റെയിൽ ആയിട്ട്, പിന്നെ വീഡിയോയ്ക്കകത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുള്ളൂ. ഒറിജിനൽ ഡോറ്. ഈ ഒരു പോർഷനൊക്കെ ഞാൻ അഴിച്ച് നോക്കുന്നതാണ്. അവിടെയൊക്കെ പഞ്ചിങ് ഉണ്ടാവും, എല്ലാ ഡോറിൻ്റെ ഉണ്ടാവും. അപ്പോൾ ഈ ഫ്രെയിമിനൊക്കെ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പഞ്ചിങ്ങോ അല്ലെങ്കിൽ വെൽഡ് ചെയ്ത ഭാഗങ്ങൾ ഇതൊക്കെ ഉണ്ടാവും, വെൽഡ് ചെയ്ത പോർഷൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. വേറെ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ സീറ്റിന് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരില്ല. അത് ടോപ്പിൻ്റെ മോഡലാണെങ്കിൽ പോലും അത് വരില്ല. അതിപ്പോൾ ക്രിസ്റ്റയ്ക്കകത്തും ഫോർച്യൂണറിനകത്തും ഒക്കെ അങ്ങനെ തന്നെയാണ്. പഞ്ചിങ് മാർക്കൊന്നും പ്രശ്നമില്ല. ഒറിജിനൽ ഡോർ തന്നെയാണ്, ഒറിജിനൽ ഗ്ലാസ്സാണ് ഇതും. ഫ്രണ്ട് ഗ്ലാസും ഒറിജിനലാണ്. ഫ്രണ്ട് ഗ്ലാസിൻ്റെ മുകളിലൊന്നും ക്രാക്കൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഈ ഒരു സൈഡ് ഇതാ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ടാവും. ഞാനേതായാലും ഇതിൻ്റെ എൻജിൻ റൂം തുറന്നിട്ട് നമുക്ക് ഉള്ളിലെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ട് കേട്ടോ, ഒരു സ്ക്രാച്ച് ഉണ്ട്. ഇതെന്തോ ഒരു വീണതാണത്. അപ്പോൾ ഇത് നമ്മളൊന്ന് റീപെയിൻറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നിലവിൽ ഇത് ഒറിജിനൽ പെയിൻ്റാണ്, പക്ഷേ ഈ ഒരു ബോണറ്റ് ഒന്ന് റീപെയിൻറ്റ് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ എൻജിൻ റൂമിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയുണ്ട്. പക്ഷേ ഇവിടങ്ങളിലൊന്നും ആക്സിഡൻ്റ് ഒന്നുമില്ല. ഇതൊക്കെ മണ്ണാണ് കേട്ടോ, തുരുമ്പിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാനത് നോക്കിയിരുന്നു. ഉള്ളിലേക്കൊന്നും കുഴപ്പമില്ല. ഇതൊന്നും ആക്സിഡൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു മൂല അങ്ങനെ ഇവിടെ ഇതുള്ളതുകൊണ്ട് ചിലപ്പോൾ ചില ആളുകൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും ഉള്ളിലേക്ക് ഉണ്ടോ എന്നുള്ളത്. പക്ഷേ ഉള്ളിലൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. പിന്നെ ഹെഡ് ലാമ്പിൻ്റെ ക്ലാമ്പ് പൊട്ടിയിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഈ ഒരു കോർണറിൽ വന്ന ആ ഒരു ചെറിയ തട്ടിൻ്റെ മുകളിൽ ഇപ്പോൾ ഈ ക്രിസ്റ്റയെ സംബന്ധിച്ച് ഇവിടെ ഈ കോർണറിൽ തട്ടിയാലും ഹെഡ് ലാമ്പ് പുറകോട്ടാവും, ഈ ക്ലാമ്പ് പൊട്ടും. ഇത് പൊട്ടാത്ത വണ്ടി ഡൽഹി മാർക്കറ്റിൽ കാണാൻ വളരെ പ്രയാസമാണ്. എന്നാലും റീപ്ലേസ് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ അതേപോലെ അവിടുത്തെ ആ ഒരു ഇതിനൊന്നും ബെൻഡൊന്നുമില്ല, അവിടേക്കൊന്നും വർക്കൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ പുറമേ ഉള്ള ആ ഒരു ചെറിയൊരു തട്ടലാണത്. പക്ഷെ അത് നമുക്കൊരു എന്താ പറയുക ഒരു മേജറായിട്ടൊന്നും കണക്ക് കൂട്ടാൻ പറ്റൂലേ. ഈ ഒരു സൈഡിലും കുഴപ്പങ്ങളൊന്നുമില്ല. ഇവിടെ ഒന്നും യാതൊരു ലീക്കോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. എന്തായാലും കറക്റ്റ് സർവീസിൽ പോയ വണ്ടി ആയതുകൊണ്ട് പ്രോപ്പറായിട്ട് മാറ്റേണ്ട സംഭവങ്ങളൊക്കെ ആ ഒരു കറക്റ്റ് പീരീഡിൽ മാറ്റി പോയതായതുകൊണ്ട് നമുക്ക് അത്ര വലിയ ഇഷ്യൂ ഇല്ല. ബോണറ്റ് ഒറിജിനലാണ്. ഇതെല്ലാം ചെളിയാണ്. ഞാനിത് ചെളിയാണെന്ന് ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ അത് വേറെ തുരുമ്പായിട്ടൊക്കെ തോന്നാം. കാരണം അങ്ങനത്തെ കമൻറ്റുകളൊക്കെ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റസ്റ്റ് ഉണ്ടെങ്കിൽ അത് പ്രത്യേകം ഞാൻ എടുത്ത് പറയും. അല്ലാത്തതൊക്കെ ചെളിയാണ്. എന്താ പറയുക, എപ്പോഴും എല്ലാ സമയത്തും വണ്ടി പ്രോപ്പർ നല്ല ക്ലീൻ കുട്ടപ്പനാക്കി കഴുകിയിട്ടൊന്നും ആയിരിക്കില്ല ഇവിടുത്തെ വണ്ടി ഉണ്ടാവുക. ഇപ്പോൾ ഇതാണ് ഒരു ഒറിജിനൽ കണ്ടീഷനിൽ ഇപ്പോൾ കിടക്കുന്നൊരു വണ്ടി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട്, വെള്ളം ഒഴിച്ച് നല്ല രീതിയിലൊന്ന് കഴുകേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഔട്ടറിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ ഇപ്പോൾ ഈ ഒരു സൈഡിൽ കണ്ടോ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. പക്ഷേ ഈ ഒരു ബമ്പറിൻ്റെ കോർണറിൽ അടിഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. അപ്പം ഈ ഒരു സൈഡിലുണ്ട്. അപ്പോൾ ഈ ഒരു ബമ്പർ ഒന്ന് റീപെയിൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
അപ്പോൾ അതിനുള്ളൊരു ചെറിയൊരു കോസ്റ്റ് വരും. പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം പോളിഷിൽ പോകുന്ന ടൈപ്പ് സ്ക്രാച്ചുകളാണ്. കണ്ടോ, ചെറിയ ഒരു മാർക്കാണ്. ഇതൊക്കെ പോളിഷിൽ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ പോകും. പിന്നെ നമുക്ക് ഈ ഒരു ഡിക്കിയുടെ ഈ ഒരു പോർഷനിലും ഒന്ന് റീപെയിൻറ്റ് ചെയ്യണം. ആ ഒരു സ്പോയിലറും ഒന്ന് റീപെയിൻറ്റ് ചെയ്യണം. ഇതെല്ലാം ഒറിജിനൽ പെയിൻ്റാണ്. ഇപ്പം ഒന്നും റീപെയിൻറ്റ് ഇതിൻ്റെ മുകളിൽ കയറിയിട്ടില്ല. ഇതൊക്കെ ഒറിജിനൽ പെയിൻ്റാണ് കിടക്കുന്നത്. ബമ്പറും ഓൾമോസ്റ്റ് ഒറിജിനൽ, ഇതൊക്കെ ഒറിജിനൽ പെയിൻ്റാണ്. ഡോറൊക്കെ ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ്. ഈ ബമ്പർ ഓൾറെഡി ടച്ച് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ആ ഒരു പെയിൻറ്റ് കാണുമ്പം മനസ്സിലാവും. ഇത് ഓൾറെഡി റീപെയിൻ്റ് ആണ്. അപ്പോൾ എന്തായാലും ഇനിയും നമ്മളൊന്നും കൂടി ചെയ്യേണ്ടതായിട്ട് വരും. മൊത്തത്തിൽ കുഴപ്പമില്ലാത്ത നല്ലൊരു 2.8 സെറ്റിലുള്ള റീപ്ലേസ് ഇല്ലാത്ത സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു ക്രിസ്റ്റയാണിത്. 2017 മോഡലാണ്. 1,27,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. പിന്നെ വേറെ ഇനിയിപ്പം ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വിചാരിക്കുന്നത്. ഇൻഷുറൻസ് വാലിഡാണ്. പിന്നെ 2017 വണ്ടി കിടക്കുന്നത് ഡൽഹിയിലാട്ടോ. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് 14,25,000 ആണ്. അത് ഫൈനൽ റേറ്റ് ആണ്. 2017 സിംഗിൾ ഓണർഷിപ്പാണ്. അതുപോലെ തന്നെ ത്രൂ ഔട്ട് കമ്പനി സർവീസ് റെക്കോർഡുണ്ട്. റീപ്ലേസ്മെൻ്റ് ഇല്ല. ഇപ്പം കമൻറ്റുകളൊക്കെ ഞാൻ കാണാറുണ്ട്. ചില വണ്ടികൾക്കൊക്കെ വില കൂടുതലാണെന്നൊക്കെ പറയാറുണ്ട്. ചില വണ്ടികൾ പ്രൈസ് ഓക്കെ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ വില കൂടുതൽ എന്ന് പറയുന്ന വണ്ടികൾക്ക് അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ടാവും. അതുകൊണ്ടാണ് വില കൂടുന്നത്. ഇപ്പോൾ ഈ ഒരു വാഹനം നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് വേണ്ട പോയിൻറ്റുകൾ, അതായത് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. അതുപോലെ തന്നെ ത്രൂ ഔട്ട് കമ്പനി സർവീസ് റെക്കോർഡുണ്ട്. എല്ലാ സർവീസും ടൊയോട്ട കമ്പനിയിൽ നിന്ന് ചെയ്തതാണ്. പിന്നെ റീപ്ലേസ്മെൻ്റ് ഇല്ല. ടയറെല്ലാം ഒരു 90% മുകളിൽ ടയറും ഉണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഇൻറ്റീരിയർ. ആകെ പുറത്തുള്ള ഈ ഒരു ചെറിയൊരു പെയിൻറ്റ് വർക്ക് മാത്രമാണ് പെൻഡിങ് ഉള്ളത്. ബാക്കിയെല്ലാം വണ്ടിയെല്ലാം ക്ലീനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് വരുന്നത്. 14,25,000 ആണ് ഫൈനൽ റേറ്റ് ആണ്. അതിനകത്ത് ഒരു രൂപ പോലും കുറയൂല. അപ്പോൾ ഈ ഒരു റേറ്റ് എന്ന് പറയുന്നത് ഡൽഹിയിലത്തെ പ്രൈസാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇവിടുന്ന് നാട്ടിലേക്ക് എത്തിക്കാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജൊക്കെ എക്സ്ട്രാ വരുന്നതാണ്. പിന്നെ NOC നമുക്കൊരു 5,000 രൂപ NOCക്കും ചാർജ് വരും കേട്ടോ. ഇപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ ഏതായാലും ഞാൻ പറഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. 2.8 സെറ്റ് 2017 സിംഗിൾ ഓണർഷിപ്പിലെ വണ്ടി കേട്ടോ. നമുക്ക് ഏതായാലും പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ഇറ്റ്സ് മീ മനു. ബൈ.